അർജുൻ പീതാംബരൻ, വളരെ വിശദമായ ആഘോഷങ്ങൾക്ക് ഒരുങ്ങുകയാണല്ലോ അയോധ്യ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? തീർച്ചയായിട്ടും മോദി ആ ഒരു ആഘോഷത്തിലേക്ക് പക്ഷേ നിലവിൽ അയോധ്യ എത്തിയിട്ടില്ല. കാരണം നല്ല രീതിയിലുള്ള മൂടൽമഞ്ഞ് രാവിലെ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഉള്ളത് അയോധ്യാധാം ഇപ്പോൾ നവീകരിച്ച് മോദി കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത അയോധ്യാധാം ജംഗ്ഷന് മുന്നിലാണ്. സജീവമായി തുടങ്ങുന്നതേ ഉള്ളൂ അയോധ്യ നഗരം എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. ഇവിടെയുള്ള ആളുകളോട് ചോദിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ ആളുകൾ ഇപ്പോൾ എത്തി തുടങ്ങിയിട്ടില്ല. 15-ന് ശേഷമൊക്കെ ആയിരിക്കും ഇവിടേക്ക് ജനങ്ങളുടെ ഒരു തിരക്ക് എത്തിത്തുടങ്ങുക എന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെയുള്ള ഓരോരുത്തർക്കും പറയാനായിട്ടുമുള്ളത്. കാരണം ഇവിടുന്ന് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ മാത്രമാണ് ഈ പുതുതായി നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന രാമക്ഷേത്രത്തിലേക്ക് ഉള്ളത്. പക്ഷേ ആളുകൾ തീരെ കുറവാണ്. പ്രത്യേകിച്ചും ഈ പ്രധാനപ്പെട്ട ഒരു ഇടങ്ങൾ ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് ഈ അയോധ്യാധാം ജംഗ്ഷൻ്റെ ഈ പരിസരം എന്ന് പറയുന്നത്. കാരണം ഇതിനോടകം തന്നെ 70 ട്രെയിനുകൾ ഈ പ്രദേശത്തേക്ക് അയോധ്യാധാം വഴി അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ ഭൂരിഭാഗവും അയോധ്യ പിന്നിട്ട് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ അടക്കം അതിലൂടെ ബീഹാറിലേക്ക് പോകുന്ന ട്രെയിനുകളാണ്. അതുകൊണ്ട് അയോധ്യയിൽ ഇറങ്ങുന്ന ആളുകളുടെ എണ്ണം കുറവാണ്. ഇവിടെ നിന്നും കയറുന്ന ആളുകളുടെ എണ്ണം കുറവാണ്. രാവിലെ 9:30 ആയിട്ടും വലിയ തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല നഗരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സ്ഥലത്തിൽ പോലും എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാനായിട്ട് സാധിക്കുക. പക്ഷേ വരും ദിവസങ്ങളിൽ കൂടുതൽ തിരക്ക് ഇവിടെ ഉണ്ടാകും. കൂടുതൽ ഭക്തർ ഈ പ്രദേശത്തേക്ക് എത്തും. പ്രത്യേകിച്ചും രാജ്യത്തിൻ്റെ നാനാദിക്കുകളിൽ നിന്നുള്ള ആളുകൾ അയോധ്യയെ ലക്ഷ്യമാക്കി എത്തിത്തുടങ്ങും എന്നുള്ള കാര്യം ഉറപ്പാണ്, തീർച്ചയാണ്. പക്ഷേ അതൊന്നും ആ ഒരു രീതിയിലേക്ക്, ആ ഒരു തിരക്കിലേക്ക് എന്തായാലും ഇപ്പോൾ ഈ ഇത്തരത്തിൽ വലിയ ഒരു ചടങ്ങിനായിട്ട്, ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അയോധ്യയിൽ ഇതുവരെയും അത്തരത്തിൽ വലിയൊരു തിരക്ക് അനുഭവപ്പെട്ടിട്ടില്ല. കാരണം രാവിലെ ഇത്രത്തോളമായിട്ട് പോലും അത്ര ഒരു ഉണർന്നു, അല്ലെങ്കിൽ അയോധ്യ നഗരം ഉണർന്നു എന്നുള്ള രീതിയിലേക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതിന് പ്രധാനമായിട്ടൊരു കാരണം എന്ന് പറയുന്നത് തണുപ്പ് തന്നെയായിരിക്കും. രാവിലെ പോലും 7 ഡിഗ്രി മാത്രമാണ്, അല്ലെങ്കിൽ 7-8 ഡിഗ്രിയോളം താപനില കുറഞ്ഞു നിൽക്കുന്നു. നല്ല രീതിയിലുള്ള തണുപ്പ് അനുഭവപ്പെടുന്നു. ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഏകദേശം 11,000 കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുള്ള വികസന പദ്ധതികൾ മോദി ഉദ്ഘാടനം ചെയ്തു. അതിൽ തന്നെ ഈ ലതാ മങ്കേഷ്കർ ചൗക്കും അതുപോലെ തന്നെ രാംപത്തും ധരംപത്തും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്നു. എന്നാൽ അതിനപ്പുറത്തേക്ക് കുറേ കാര്യങ്ങൾ കൂടി ഇവിടെ ഒരുങ്ങാനുണ്ട്. പ്രത്യേകിച്ചും ഒരു വികസിത നഗരമായിട്ടാണ് മോദി സർക്കാർ, BJP സർക്കാർ അയോധ്യയെ മുന്നോട്ട് വയ്ക്കുന്നത്. ആ തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും അയോധ്യയിൽ വരാനുണ്ട്. പ്രത്യേകിച്ചും ആ ജനുവരി 20 അടുക്കുന്ന സമയത്ത് വലിയ രീതിയിൽ തിരക്ക് അയോധ്യയെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ട് കണക്കിലെടുക്കുന്ന സമയത്ത് ആ ഒരു ഓളം ഇതുവരെയും അയോധ്യയിൽ എത്തിയിട്ടില്ല. അയോധ്യ അത്തരത്തിലൊരു ഓളത്തിലേക്ക്, വൈബിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഒരു പ്രാഥമിക നിഗമനം, അല്ലെങ്കിൽ പ്രാഥമികമായിട്ടുള്ള ദൃശ്യങ്ങളിൽ നിന്നും ഇവിടെ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.